തുടർച്ചയായി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ച മകനെ അമ്മ വാക്കത്തികൊണ്ട് വെട്ടിക്കൊന്നു. ഉത്തർപ്രദേശിലെ മാണ്ഡവാലിയിലാണ് 32കാരനായ മകനെ 56കാരിയായ അമ്മ വെട്ടിക്കൊലപ്പെടുത്തിയത്. അവിവാഹിതനായ മകൻ അശോക് മദ്യലഹരിയിൽ തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാണ് അമ്മ പോലീസിന് നൽകിയ മൊഴി. മകൻ തന്നെ ബലാത്സംഗം ചെയ്ത കാര്യം പുറത്തു പറയാതെ മറച്ചുവെക്കുകയായിരുന്നു. എന്നാൽ മദ്യലഹരിയിൽ വീണ്ടും ഉപദ്രവിക്കാൻ ശ്രമിച്ചു. മകനിൽ നിന്നും കുതറിമാറിയ അമ്മ വീട്ടിൽ നിന്നും മാറി നിൽക്കുകയും മകൻ ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷം വാക്കത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. മകനെ കൊലപ്പെടുത്തിയ ശേഷം വീട്ടിൽ കള്ളൻ കയറിയെന്നും അയാൾ മകനെ അപായപ്പെടുത്തിയെന്നും അവർ നാട്ടുകാരെ വിശ്വസിപ്പിച്ചു. എന്നാൽ സംഭവസ്ഥലം പരിശോധിച്ച പോലീസിന് കള്ളൻ അശോകനെ കൊലപ്പെടുത്തിയെന്ന വിശദീകരണത്തിൽ ദുരൂഹത തോന്നിയിരുന്നു. പിന്നീട് നടന്ന വിശദമായ ചോദ്യം ചെയ്യലിൽ താനാണ് മകനെ കൊലപ്പെടുത്തിയതെന്ന് അമ്മ തുറന്നു പറഞ്ഞു. സംസ്ഥാനത്ത് ഉത്തരേന്ത്യൻ മോഡൽ ആക്രമണം. ട്രെയിൻ യാത്രക്കാരെ വടികൊണ്ട് അടിച്ച് ഫോൺ തട്ടിയെടുക്കുന്ന സംഘം പിടിയിൽ. ആലുവ, പെരുമ്പാവൂർ, മലപ്പുറം സ്വദേശികളെയാണ് റെയിൽവേ പോലീസ് പിടികൂടിയത്. അറസ്റ്റിലായവരിൽ പ്രായപൂർത്തിയാവാത്ത ഒരാളും ഉൾപ്പെട്ടിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനടുത്ത് ട്രെയിനിന്റെ വേഗം കുറയുമ്പോൾ വാതിലിനടുത്ത് നിൽക്കുന്നവരെ വടികൊണ്ട് അടിക്കുന്നതാണ് ഇവരുടെ ആക്രമണത്തിന്റെ രീതി. കഴിഞ്ഞ ദിവസം അടിയേറ്റ യുവാവ് ട്രെയിനിൽ നിന്നും താഴെ വീണ് പരിക്കേറ്റിരുന്നു. ഇയാളുടെ പരാതിയിലാണ് റെയിൽവേ പോലീസ് അന്വേഷണം തുടങ്ങിയത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം ഇത്തരം കവർച്ചാ സംഘങ്ങൾ വ്യാപകമാണ്. സമാനമായ രീതിയിലാണ് ആലുവയിലും കവർച്ചാ ശ്രമം നടന്നത്. പത്തനംതിട്ടയിൽ കൂടലിൽ യുവാവിനെ വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കൂടൽ സ്വദേശി രാജനാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. സംഭവത്തിന് പിന്നാലെ അയൽവാസി അനിൽ ഒളിവിൽ പോയി. രാജൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസം. രാജനും അനിലും മദ്യലഹരിയിൽ വഴക്കിട്ട ശേഷമുണ്ടായ കൊലപാതകമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. യുവാവിന്റെ ശരീരത്തിൽ കുത്തേറ്റിട്ടുണ്ട്. കുത്തേറ്റ് ചോര വാർന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ജാർഖണ്ഡിൽ പട്ടാപ്പകൽ 60 വയസ്സുകാരിയെ കഴുത്തറുത്തു കൊന്നു. 60 വയസ്സുകാരിയായ ഭവീർ സിംഗ് എന്ന വയോധികയാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത്. നിരവധി പേർ നോക്കി നിൽക്കുകയായിരുന്നു കൊലപാതകം. സംഭവത്തിൽ അറസ്റ്റിലായ 3 പേരും സ്ത്രീകളാണ്. ഗ്രാമത്തെ നശിപ്പിക്കുന്ന മന്ത്രവാദിനി എന്നാരോപിച്ചാണ് വില്ലേജ് ഓഫീസിൽ നിന്ന് പെൻഷൻ വാങ്ങാൻ പോയ വയോധികയെ വഴിയിൽ വെച്ച് ഗൗലി എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന ആയുധം ഉപയോഗിച്ച് കൊല നടത്തിയത്. കൊല ചെയ്ത ശേഷം ഭവീർ സിംഗിന്റെ മൃതദേഹം സമീപത്തെ കാട്ടിൽ തള്ളിയിട്ട ശേഷം അക്രമികൾ രക്ഷപ്പെടുകയായിരുന്നു. ബൈക്ക് യാത്രക്കാരായ അമ്മയ്ക്കും മകനും മദ്യപ സംഘത്തിന്റെ ആക്രമണം. 3 പേർ കസ്റ്റഡിയിൽ. പാലക്കാട് കണ്ണല്ലൂരിലാണ് അമ്മയ്ക്കും മകനും മദ്യപ സംഘത്തിന്റെ ക്രൂരമർദ്ദനം നേരിട്ടത്. സംഭവത്തിൽ കൊലപാതക കേസിലെ പ്രതി ഉൾപ്പെടെയുള്ള 3 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ആക്രമണത്തിൽ വീട്ടമ്മയുടെ മുഖത്തിനും പല്ലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഹോൺ അടിച്ച് വഴിയിൽ നിന്ന് മാറാൻ പറഞ്ഞതാണ് മർദ്ദനത്തിന് പിന്നിലെ കാരണം. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. കോതമംഗലത്ത് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവം. ആൺസുഹൃത്ത് അറസ്റ്റിൽ. കറുകടത്ത് സോന എൽദോസാണ് കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. ആൺസുഹൃത്തായ റമീസ് വിവാഹം കഴിക്കാനായി മതം മാറാൻ നിർബന്ധിച്ചെന്നും വിസമ്മതിച്ചപ്പോൾ വീട്ടിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്നുമാണ് സോനയുടെ ആത്മഹത്യക്കുറിപ്പിലുള്ളത്. പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയിലാണ് റമീസിനെ കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. റമീസിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റവും സോനയെ ഉപദ്രവിച്ചതിനുള്ള വകുപ്പുകളും ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇവർ ഒരുമിച്ച് പഠിച്ചിരുന്നവരാണ്.